അപ്പോൾ നമ്മൾ 8-ാം തീയതിത്തെ പേയ്മെൻറ്റ് നോക്കാൻ പോവാണ്. സോ 8-ാം തീയതി ടോട്ടലി എനിക്ക് 1747 പ്ലസ് അഡീഷണൽ കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിങ്കളാഴ്ച രാവിലെ പോയി. കാരണം ഞാൻ 2 മണി വരെ ഓടിയതുകൊണ്ട് എനിക്ക് 2000 രൂപയ്ക്കകത്ത് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ടോട്ടലി 6060 രൂപ കഴിഞ്ഞ വീക്കിൽ ആകെ 4 ദിവസം ഇറങ്ങി ഞാൻ ഏൺ ചെയ്തു. സോ 4 ദിവസം കൊണ്ട് 6000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2000 രൂപ പേയ്മെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. സോ എനിവേ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരാഴ്ചയിൽ കംപ്ലീറ്റ് എല്ലാ ദിവസവും ഓടിയിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരാഴ്ചയിൽ ഞാൻ എല്ലാ ദിവസവും ഓടിയിട്ട് 5200 ഒരു ദിവസം മാത്രം ലീവ് എടുത്തുകൊണ്ട് 6500 ഏൺ ചെയ്തപ്പോൾ ഒരാഴ്ചയിൽ വെറും 4 ദിവസം മാത്രം ഓടി ഫുൾ ഡേ നിന്ന് 6060 രൂപ ഏൺ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. അത്യാവശ്യം ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം തിങ്കളാഴ്ച ഇറങ്ങുന്നു, ചൊവ്വാഴ്ച ഇറങ്ങുന്നില്ല, ബുധൻ ഇറങ്ങുന്നുണ്ട്, വ്യാഴം ഇറങ്ങുന്നില്ല, വെള്ളി ഇറങ്ങുന്നുണ്ട്, ശനി ഇറങ്ങുന്നില്ല, ഞായർ ഇറങ്ങുന്നുണ്ട്, പിന്നെ വീണ്ടും തിരിച്ച് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം രാവിലെ ഇറങ്ങണമെന്നേ ഉള്ളൂ. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ അടിക്കാൻ പറ്റും കാർഡിൽ. സോ അത്യാവശ്യം നല്ലൊരു കിലോമീറ്ററും കാര്യങ്ങളും എല്ലാം അന്ന് ട്രാവൽ ചെയ്തായിരുന്നു. ഏകദേശം 200 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 300 അടുപ്പിച്ച് അവന്മാരെ എങ്ങനെ പോയാലും മിനിമം കൊണ്ടുപോകും. സോ കിലോമീറ്റർ ഞാൻ കാണിക്കുന്നില്ല. വീക്കിലി അസസ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. സോ ടോട്ടലി ഈ ആഴ്ചയിൽ 6060 രൂപ ഞാൻ ഏൺ ചെയ്തു. 918 രൂപയ്ക്ക് മാത്രമാണ് CNG അടിച്ചിട്ടുള്ളത്. അതിൽ 1184 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. അറൗണ്ട് 200 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. സോ അത് 200 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച അടിച്ചതിൽ കുറച്ച് ബാക്കി കാണും. പിന്നെ ഈ ഒരാഴ്ച തുടക്കത്തിൽ 92 രൂപയ്ക്ക് അടിച്ചല്ലോ. അപ്പോൾ ബാക്കി ഒരു 30-40 എങ്ങനെ പോയാലും എനിക്ക് ലാഭം തന്നെയാണ്. കാരണം 918 രൂപയ്ക്ക് അടിച്ചിട്ട് 1184 കിലോമീറ്റർ, അറൗണ്ട് 1000 കിലോമീറ്റർ ഓടിയാൽ തന്നെ എനിക്ക് ലാഭം തന്നെയാണ്. കാരണം 1000 കിലോമീറ്ററിന് 1000 രൂപ എന്ന റേഞ്ച് വെച്ച് നോക്കിയാൽ ഒരു കിലോമീറ്ററിന് 1 രൂപ ആവുന്നുള്ളൂ. 5000 രൂപ എൻ്റെ പോക്കറ്റിൽ കയറി, 1000 രൂപ എനിക്ക് നേരെ CNGക്ക് ആവുകയും ചെയ്തു. സോ എനിവേ ഈ വീക്കിൽ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായി. സോ നമ്മുടെ ഈ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ച് കൊണ്ടുവന്നത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സോ അടുത്ത വീക്ക് ഞാൻ എങ്ങനെ പോയാലും ഇതേ ഒരു റേഞ്ചിലായിരിക്കും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചത്തെ പേയ്മെൻറ്റ് 6060 ആണ്. സോ നമുക്ക് മന്ത്ലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ നോക്കാം.